وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا فالمدبرات أمرا يوم ترجف الراجفة تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്നും മരിക്കുന്ന സമയത്ത് മുസ്ലിമായി ലോകത്ത് നിന്ന് വിട പറയുവാനും അള്ളാഹുവിന്റെ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാനും അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും ഉപയോഗപ്പെടുത്തണമെന്നും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണേയെന്നും സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ പൊരുത്തം നേടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകുകയും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു ശാന്തിയും സമാധാനവും ശിഫയും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ തലകുനിക്കേണ്ടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് 8ാം ഘട്ടത്തിലെ 4ാമത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ റൗണ്ടിൽ ആദ്യമായി നാം പഠിക്കുന്നത് 79ാം അധ്യായമായ സൂറത്തുൻ നാസിആത്താണ്. സൂറത്തുൻ നാസിആത്തിൽ 46 ആയത്തുകളാണുള്ളത്. നാസിആത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഊരിയെടുക്കുന്നവ എന്നാണ്. 1ാമത്തെ ആയത്ത് മുതൽ 5ാമത്തെ ആയത്ത് വരെ അള്ളാഹു അതിശക്തമായ ഭാഷയിൽ അള്ളാഹുവിൻ്റെ ചില സൃഷ്ടികളെ സത്യം ചെയ്തുകൊണ്ട് ഗൗരവമായ ചില കാര്യങ്ങൾ പിന്നീട് ഉണർത്തുകയാണ്. ഏതായിരുന്നാലും നമുക്ക് ഈ സൂറത്ത് പഠിക്കാനും പകർത്താനും കഴിവിൻ്റെ പരമാവധി വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം നാമുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വന്നാസിആതി ഗർഖാ. വന്നാസിആത്ത്, ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. മലക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ആത്മാവിനെ ഊരിയെടുക്കുന്ന മലക്കുകൾ, അവരെ സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്. വന്നാസിആത്ത്, ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ പിടിച്ചു വലിക്കുന്നവ തന്നെയാണ് സത്യം. ഓർക്കൻ, മുഴുകി പ്രവേശിച്ച് നിർദ്ദയം ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. മലക്കുകളുടെ ആത്മാവ് പിടിക്കുന്ന ആ ഒരു അവസ്ഥയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെറിയൊരു ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വന്നാശിത്വാതി നഷ്താ. വന്നാശിത്വാത്, വേഗം എടുക്കുന്നവ തന്നെയാണ് സത്യം. നഷ്ടൻ, സൗമ്യമായ രീതിയിൽ, വേഗതയിൽ സൗമ്യമായി അഴിച്ചുവിടുന്നവ തന്നെയാണ് സത്യം. അതും ആത്മാവിനെ പിടിക്കുന്ന ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. പെട്ടെന്ന് അവിശ്വാസികളാകുന്ന ആളുകളെ, അവരുടെയൊക്കെ ആത്മാവിനെ അതികഠിനമായി ഒരു അലിവുമില്ലാതെ അള്ളാഹു മലക്കുകൾ പിടിച്ചെടുക്കും. എന്നാൽ വിശ്വാസികളുടെ ആത്മാവിനെ സൗമ്യമായി ഈ മലക്കുകൾ പിടിച്ചെടുക്കും. അതൊക്കെയാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്.
വന്നാശിത്വാതി നഷ്താ, വേഗതയിൽ സൗമ്യമായി അഴിച്ചുവിടുന്നവ തന്നെയാണ് സത്യം. വസ്സാബിഹാതി സബ്ഹാ, വസ്സാബിഹാത്ത് ഒഴുകി വരുന്നവ തന്നെയാണ് സത്യം. സബ്ഹൻ ഒരു ശക്തമായ ഒഴുകി വരൽ, ഒരു ശക്തമായ ഒഴുക്ക് ഒഴുകി വരുന്നവ തന്നെയാണ് സത്യം. ഫസ്സാബിഖാതി സബ്ഖാ, ഫസ്സാബിഖാത്ത് എന്നിട്ട് മുൻകടക്കുന്നവ തന്നെയാണ് സത്യം. സബ്ഖൻ ഒരു മുൻകടക്കൽ. ഫസ്സാബിഖാതി സബ്ഖാ എന്നിട്ട് മുന്നോട്ട് കുതിച്ചു പോകുന്നവ തന്നെയാണ് സത്യം. ഫൽമുദബ്ബിറാതി അംറാ, ഫൽമുദബ്ബിറാത്ത് എന്നിട്ട് ചിട്ടപ്പെടുത്തുന്നവ തന്നെയാണ് സത്യം. ചിട്ടപ്പെടുത്തുന്നവർ തന്നെയാണ് സത്യം. അമ്രൻ കൽപ്പനയെ, എന്നിട്ട് കൽപ്പന വ്യവസ്ഥ പ്രകാരം ചിട്ടപ്പെടുത്തുന്നവ തന്നെയാണ് സത്യം. ഈ പറയപ്പെട്ടതെല്ലാം അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതരായ സൃഷ്ടികളാണ് മലക്കുകൾ. അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കുന്ന, അള്ളാഹുവിന് ഒരു വിരോധവും ചെയ്യാത്ത, അള്ളാഹു കൽപ്പിച്ചതെല്ലാം അവരോട് എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യുന്നവരാണ്, പരിശുദ്ധരാണ്. ആര്? അള്ളാഹുവിന്റെ പട്ടാളക്കാരാകുന്ന മലക്കുകൾ. ആ മലക്കുകളെ കുറിച്ചാണ് ഈ 5 ആയത്തിലും അള്ളാഹു തആല പ്രതിപാദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പല ആയത്തുകളിലൂടെ നമ്മൾ പഠിച്ചതാണ്, പ്രഭാഷണങ്ങളിലും ഖുതുബകളിലും ഒക്കെ നമ്മൾ കേട്ടതാണ്. മരണസമയം, അടിമകളാകുന്ന ആളുകൾക്ക് മരണസമയം ഉണ്ടാകുമ്പോ മനുഷ്യരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിൽ സത്യം ചെയ്ത് പറയുകയാണ്. അതോടുകൂടെ ആ മലക്കുകളുടെ കൃത്യനിർവഹണത്തിന്റെ സ്വഭാവങ്ങളെയും അല്ലാഹു തആല ചൂണ്ടിക്കാണിക്കുന്നു. അവിശ്വാസികളുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്നത് ഒരു അലിവും ഒരു സ്നേഹവും ഇല്ലാത്ത നിലയിലായിരിക്കുമെന്നും, എന്നാ വിശ്വാസികളുടെ ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോ അവർക്ക് ഒരു അലിവും സ്നേഹവും എല്ലാം ഉണ്ടായിരിക്കുമെന്നും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. അതാണ് ഈ ആയത്തിൽ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആയത്തിലൂടെ വന്നാസിആതി ഗർഖ, മുഴുകി പ്രവേശിച്ച് നിർദ്ദയം ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം എന്നതുകൊണ്ട് അല്ലാഹു തആല അറിയിക്കുന്നത്, അവിശ്വാസികളുടെ ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോ ഒരു ദാക്ഷിണ്യവുമില്ലാതെ, ഒരു അലിവുമില്ലാതെ രീതിയിലായിരിക്കും അവർ പിടിച്ചെടുക്കുക എന്നതാണ്. രണ്ടാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞതെന്താ? വന്നാശിത്വാതി നഷ്താ, വേഗതയിൽ സൗമ്യമായി അടിച്ചുവിടുന്നവ തന്നെയാണ് സത്യം. അടിച്ചുവിടുന്നവ തന്നെയാണ് സത്യം. അഥവാ സജ്ജനങ്ങളുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്നത് സൗമ്യത്തിലും വേഗതയിലുമായിരിക്കും. അഥവാ കെട്ടിയിട്ട മൃഗത്തെ കെട്ടഴിച്ചു കൊണ്ടുപോകുന്നത് പോലെ അതിവേഗതയിലും സന്തോഷത്തിലുമായിരിക്കും വിശ്വാസികളുടെ ആത്മാവിനെ പിടിച്ചെടുക്കുക. ആ മലക്കുകൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കും, അവരോട് സലാം പറയും എന്നെല്ലാം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. അതാണ് രണ്ടാം വചനത്തിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ വചനം വസ്സാബിഹാതി സബ്ഹാ, ഒരു ശക്തമായ ഒഴുക്ക് ഒഴുകി വരുന്നവ തന്നെയാണ് സത്യം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകാശത്തിൽ നിന്ന് മലക്കുകൾ അതിവേഗം ഇറങ്ങി വരും, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. നാലാമത്തെ ആയത്ത് ഫസ്സാബിഖാതി സബ്ഖാ, എന്നിട്ട് മുന്നോട്ട് കുതിച്ചു പോകുന്നവ തന്നെയാണ് സത്യം. കുതിച്ചു പോകുന്നവർ തന്നെയാണ് സത്യം. ആത്മാവിനെ പിടിച്ചെടുത്തതിന് ശേഷം സജ്ജനങ്ങളുടെയും ദുർജനങ്ങളുടെയും ആത്മാക്കളെയും കൊണ്ട് ചെല്ലുവാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേകമായ ആ സ്ഥലങ്ങളിലേക്ക് അവർ ഒട്ടും വൈകാതെ പെട്ടെന്ന് ധൃതിപ്പെട്ടുകൊണ്ട് അതിവേഗതയിൽ കൊണ്ടുപോകുന്നതിനെ സൂചിപ്പിക്കുന്നു. അതേപ്രകാരം അഞ്ചാമത്തെ ആയത്ത് ഫൽ മുദബ്ബിറാതി അംറാ, എന്നിട്ട് കൽപ്പന വ്യവസ്ഥ പ്രകാരം ചിട്ടപ്പെടുത്തുന്നവർ തന്നെയാണ് സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 മുതൽ 4 വരെ വിവരിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഒരു അനാസ്ഥയും ഇല്ലാതെ, എവിടെയും ഒരു എതിർപ്പും ഇല്ലാതെ അള്ളാഹു അവരോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് ആ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി
സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നടത്തുന്നവർ എന്നതാണ് ഫൽമുദബ്ബിറാത്തി അംറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും ഈ 5 സത്യവാചകങ്ങളിലും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് മലക്കുകളാണ് എന്നതാണ് ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരുടെയും മുഫസ്സിറുകളുടെയും അഭിപ്രായം. അല്ലാത്ത ചില അഭിപ്രായങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ചില ഗൗരവമായ കാര്യങ്ങൾ നമ്മെ അറിയിക്കുകയാണ്. ഇവിടെ നാം പലപ്പോഴും പറഞ്ഞതുപോലെ നാം അറിയേണ്ട കാര്യം, അള്ളാഹുവിന് അവനെ ഇഷ്ടമുള്ളതിനെ സത്യം ചെയ്തുകൊണ്ട് പറയാം. പക്ഷേ മനുഷ്യരാകുന്ന നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ സത്യം ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ പറ്റൂ. അള്ളാഹു അല്ലാത്ത ഒരാളുടെ പേരിലും, ഒന്നിന്റെ പേരിലും, ഒരു വസ്തുവിന്റെ പേരിലും സത്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല എന്നുകൂടെ നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഈ 5 സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? യൗമ തർജുഫു റാജിഫ, യൗമ തർജുഫു റാജിഫ, യൗമ ദിവസം, തർജുഫ് വിറകൊള്ളുന്ന, കിടിലം കൊള്ളുന്ന ദിവസം, അറാജിഫ കിടിലം കൊള്ളുന്ന, റാജിഫ കിടിലം കൊള്ളുന്ന, വിറകൊള്ളുന്ന ദിവസം, കിടിലം കൊള്ളുന്ന ദിവസം. തത്ബഉഹ റാദിഫ, തത്ബഉഹ അതിനെ തുടർന്ന് വരും, അറാദിഫ തുടർന്ന് വരുന്നത്, പിന്നാലെ വരുന്നത് അതിനെ തുടർന്ന് വരുന്നതാണ്. എല്ലാം അന്ത്യനാളിന്റെ ഭയാനകതയാണ് സൂചിപ്പിക്കുന്നത്. അന്ത്യനാളിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ആ ദിവസം ഖുലൂബുൻ യൗമഇദിൻ വാജിഫ, ഖുലൂബുൻ ചില ഹൃദയങ്ങൾ, യൗമഇദിൻ എന്നത്തെ ദിവസം, ആ കിടിലം കൊള്ളുന്ന ദിവസം, ആ കിടിലം കൊള്ളുന്നതോടുകൂടെ വരാനുള്ള എല്ലാ ഭയാനകരമായ അവസ്ഥകളും വരും. അന്നത്തെ ദിവസം ചില ഹൃദയങ്ങൾ വാജിഫാം പേടിച്ച് വിറകൊള്ളുന്നതായിരിക്കും. അന്നത്തെ ദിവസം ചില ഹൃദയങ്ങൾ പേടിച്ച് വിറകൊള്ളുന്നതായിരിക്കും. അബ്സ്വാറുഹാ ഖാശിആം, അബ്സ്വാറുഹാ അവരുടെ കണ്ണുകൾ, ഖാശിആ വിനയപ്പെട്ട് താഴ്മ ചെയ്യുന്നവയായിരിക്കും. അവയുടെ കണ്ണുകൾ വിനയപ്പെട്ട് താഴ്മ ചെയ്യുന്നവരായിരിക്കും. അന്ത്യനാളിന്റെ ആ ദിവസത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ എത്രയാണ് എവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിന്റെ ഭയാനകത നമുക്ക് പഠിപ്പിച്ചു തന്നു. കഴിഞ്ഞ സൂറത്തുകളിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയതാണ് അന്ത്യനാളിന്റെ വിവിധങ്ങളായിരിക്കുന്ന അവസ്ഥകൾ. ഇവിടെയും അല്ലാഹു അത് തന്നെയാ പറയുന്നത്. ഖിയാമത്ത് നാളിൽ ലോകമാകമാനം എല്ലാവരും ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം ശക്തമായ കിടുകിടാ വിറപ്പിക്കപ്പെടുന്ന ആ ആദ്യ കാഹളത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്. യൗമ തർജുഫുർ റാജിഫ, കിടിലം കൊള്ളുന്ന ആ ദിവസം. ഒന്നാമത്തെ ആ ഊതങ്ങ് ഊതിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് അല്ലാഹു സൂചിപ്പിക്കുന്നു. 7ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്താ? തത്ബഉഹർ റാദിഫ, പിന്നാലെ വരുന്നത് അതിനെ തുടർന്ന് വരുന്നതാണ്. രണ്ടാമതും ഒരു ഊത്തുണ്ട്, അല്ലേ? ആദ്യം മരണപ്പെട്ടു പോയവരെല്ലാം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ആ ഒരു ഊറ്റിനെ കുറിച്ചാണ് 7ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. ഈ ഒന്നാമത്തവും രണ്ടാമത്തവുമായ ആ സൂറിലെ ആ ഊത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ, സൂറത്ത് യാസീനിലൊക്കെ നമ്മൾ വിശദീകരിക്കുകയും നാം പഠിക്കുകയും ചെയ്തതാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് അന്നത്തെ ദിവസം ചില ഹൃദയങ്ങൾ പേടിച്ച് വിറകൊള്ളുന്നവയായിരിക്കും. അവയുടെ കണ്ണുകൾ വിനയപ്പെട്ട് താഴ്മ ചെയ്യുന്നവരായിരിക്കും. അതാരെ കുറിച്ചാണ് പറഞ്ഞത്? അള്ളാഹുവിനെ ഭയപ്പെടാതെ അവന്റെ കൽപ്പനകൾ അനുസരിക്കാതെ താന്തോന്നികളായി ജീവിച്ച ആ വിശ്വാസികളാകുന്ന ആളുകൾ ആ അന്ത്യനാളിന്റെ ദിവസത്തിൽ, അവസാന നാളിൽ, ഖിയാമത്ത് നാളിൽ വല്ലാതെ പേടിച്ചും പരിഭ്രമിച്ചും അപമാനം ഞങ്ങൾ നേരിടേണ്ടി വരുമല്ലോ എന്ന ആ ഒരു അവസ്ഥയോടുകൂടെയായിരിക്കും അവരുണ്ടാവുക.
അവരുടെ കണ്ണുകൾ വിനയപ്പെട്ട് തായ്മ ചെയ്യുന്നവരായിരിക്കും. ഒന്ന് തല ഉയർത്തി നോക്കാനോ തൻ്റെ ഇടത്തോടുകൂടെ മറ്റുള്ളതൊന്ന് വീക്ഷിക്കാനോ അവർക്ക് കഴിയാത്ത വിധം വിനയപ്പെട്ടവരായി അന്നത്തെ ദിവസം അവിശ്വാസികൾ മാറുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. അതിന്റെ കാരണം തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. എന്താണ് അവിശ്വാസികൾക്ക് ആ ഒരു അവസ്ഥ, ആ അന്ത്യനാളിൽ, ആ പരലോകത്ത് വരാനുള്ള ആ ഒരു അവസ്ഥ വരാനുള്ള കാരണം അല്ലാഹു തആല തുടർന്ന് പറയുന്നുണ്ട്. പഠിക്കാനും പകർത്താനും ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.